2020 സർപ്രൈസ് സെലിബ്രിറ്റി സ്ഥാനാർത്ഥി പട്ടികയിലെ 2 വിക്കറ്റുകൾ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ വീണതാണ്. 2020 പോലെ യാതൊരു രാഷ്ട്രീയ ആശയവും മുന്നോട്ട് വയ്ക്കാത്ത ഒരു പാർട്ടി 18 വയസ്സ് തികഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന മിനിമം പൗരബോധമോ രാഷ്ട്രീയ അടിത്തറയോ ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും ലക്ഷ്മിപ്രിയയും വീണ നായരും വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കണ്ടെത്തിയതോടെ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതിന്റെ ട്രോളുകളും മീമുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ബാലറ്റ് പെട്ടി ഹിറ്റാക്കാൻ വന്നവർ അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തായതോടെ സംഗതി തുടക്കത്തിലേ പാടി. മിനിമം സിവിക് സെൻസ് പോലും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ജനവിധി തേടാനിറങ്ങുമ്പോൾ ഉയരുന്ന യഥാർത്ഥ ചോദ്യം എന്ത് രാഷ്ട്രീയമാണ് 2020 മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ്. അഖിൽ മാരാർ, നടി അഞ്ജലി നായർ, റിയാലിറ്റി ഷോ താരം റോമി കുര്യാക്കോസ്, വീണ നായർ മാറിയതോടെ ഏറ്റുമാനൂരിൽ പുതിയതായി പ്രഖ്യാപിച്ച ഗായിക ആതിര ഡി നായർ, ഇവരുടെ ഒക്കെയും സ്ഥാനാർത്ഥിത്വം സൂചിപ്പിക്കുന്നത് വെറും താരപ്പൊലിമ മാത്രമാണ് സാബു എം ജേക്കബിന്റെ 2020 ലക്ഷ്യമിടുന്നത് എന്ന് തന്നെയാണ്. സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ ഇവർ ഓരോരുത്തരും നടത്തിയ പ്രതികരണങ്ങളും 2020 ഒരു രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ഇല്ല എന്നത് ഊട്ടിയുറപ്പിക്കുകയാണ്. നിലപാടുകളൊന്നുമില്ല, എല്ലാവർക്കും നല്ലത് വരിക, നന്മയായിട്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, 2020 ഒരു ആശയമുണ്ട്. കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് എനിക്കൊരു ഇതുണ്ടാവും. അവസാന നിമിഷമാണ് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യവുമായി പാർട്ടി സമീപിച്ചത് എന്നാണ് അഞ്ജലി നായർ പറയുന്നത്. ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ രാത്രിയായിരുന്നു തൃപ്പൂണിത്തുറയാണ് മണ്ഡലം എന്നുള്ളത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ അവസരം ലഭിക്കില്ലെന്നറിഞ്ഞതോടെ നിമിഷ നേരം കൊണ്ടാണ് അഖിൽ മാരാർ 2020 ചേക്കേറിയത്. ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അതാണ് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാൾ ഉപരി താമസിക്കുന്ന പ്രദേശം, സിനിമാ മേഖല കേന്ദ്രീകരിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശം. ബാക്കിയുള്ളവരിൽ ആകെ ലക്ഷ്മിപ്രിയയെ മാത്രമാണ് ഇടയ്ക്കിടെ BJP വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുള്ളത്. വീണ നായരാണെങ്കിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് ചോദിക്കുന്നത് ഞാൻ എന്തിനു വോട്ട് ചെയ്യണം, എനിക്ക് തോന്നുമ്പോൾ ചെയ്താൽ പോരെ എന്നാണ്. വീണ്ടും ഞാൻ ഒന്നേന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ വന്ന കറക്ഷനാണ് പറ്റിപ്പോയത്. ഡിലേ ആണ്, ഡേറ്റിന്റെ ഡിലേ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുന്നതിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാനാവാത്തയാളെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ 2020 തെരഞ്ഞെടുത്തതെന്ന് ചുരുക്കം. അവസാനം വീണയ്ക്ക് പകരം ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായ ആതിര ഡി നായരും പറയുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് 2020 ചേർന്നത് എന്ന്. 2020 ഞാൻ കയറിയിട്ട് ഒരു 1 വീക്ക് ആവുന്നുള്ളൂ. എന്തായാലും 2020 കൂടെ കൂട്ടി BJPക്കും പണി പാളി എന്ന തരത്തിലേക്കായി കാര്യങ്ങളുടെ പോക്ക്. ഇത്തരത്തിൽ കൂടിയാലോചനകളില്ലാതെ സീറ്റുകൾ നൽകിയതിൽ BJPയിലും അതൃപ്തി പുകയുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള തൃപ്പൂണിത്തുറ സീറ്റടക്കം 2020 വിട്ടുകൊടുത്തതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. 2020 സംബന്ധിച്ച് ഏറ്റവും ശക്തി കൂടിയ ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. 2020 മിനിമം ജനാധിപത്യ ബോധം പോലുമില്ലാത്ത താരനിരയ്ക്ക് പകരം പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയസാധ്യത ഉണ്ടായിരുന്നുവെന്നും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നുമുള്ള വികാരവും നേതാക്കളിൽ ചിലർ പങ്കുവെക്കുന്നുണ്ട്. ഇനി പെരുമ്പാവൂരിലേക്ക് പക്ഷെ ഒരു 20 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ, വീടൊന്നും മാറേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ മാറേണ്ടി വരുള്ളൂ. ജയിച്ചു